സഹൃദയരെ, എക്കോ സിനിമ കണ്ടു. ഒരു വ്യത്യസ്ത ജോണറിൽ വന്നേക്കുന്ന ഒരു വ്യത്യസ്തമായ സിനിമയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾ അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാണുന്ന സീനറികൾ, വിഷ്വൽസ്, നമ്മൾ ചില സ്ഥലങ്ങളിൽ നടന്ന് കയറിയിട്ട് അതിൻ്റെ ഒരു എൻഡ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി, അങ്ങനത്തെ കുറേ ഷോട്ടുകളും കുറേ ഫ്രെയിമുകളും ഇതിനകത്തുണ്ട്. ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. ഞാൻ ഹൈക്കിങ്ങിലും ഞാൻ മല കയറാനും ഒക്കെ പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ആ സീനറി, ആ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എന്നെ വളരെ ടച്ച് ചെയ്യുകയും ചെയ്യും. വളരെ മനോഹരമായിട്ട് അത് സ്ക്രീനിൽ പകർത്തിയിട്ടുണ്ട്. സ്ക്രീനിൽ അത് കാണിക്കുന്നുണ്ട്, ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ഇനി സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആഴത്തിൽ റിസർച്ച് ചെയ്ത് നല്ല ആഴത്തിലിരുന്ന് ആലോചിച്ച് വ്യത്യസ്തമായ രീതിയിൽ തിങ്ക് ചെയ്ത് എഴുതിയ ഒരു വളരെ മികച്ച സ്ക്രിപ്റ്റാണെന്ന് തോന്നിയത്. നല്ല സ്റ്റോറിയും. ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ ആണ് ഇതിന്റെ ടാഗ്ലൈൻ. നിങ്ങൾ കണ്ടുണ്ടല്ലോ ഈ പടം പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഇൻഫിനിറ്റ് സാധ്യതകളുണ്ട്. ഒരുപാട് മിസ്റ്ററി നിറഞ്ഞ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താതെ ഈ സിനിമയിൽ പോയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. ഇത് എന്തൊക്കെയാണ്, പക്ഷേ ഇതിന്റെ ക്ലൈമാക്സ്, എൻഡ്, ഇതിന്റെ ട്വിസ്റ്റ്, ഇതെല്ലാം വളരെ മനോഹരമാണ്. നമ്മളങ്ങനെ പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്തൊരു ട്വിസ്റ്റാണ്. ഇതിൽ ആക്ച്വലി 2 ട്വിസ്റ്റ് ഉണ്ട്. അതിൽ എൻഡിൽ വരുന്ന ഒരു ടെയിൽ എൻഡിലെ ട്വിസ്റ്റ് വരും ചിലപ്പോൾ ഒരു പക്ഷേ അത് ഒരിക്കലും പ്രതീക്ഷിക്കണമെന്നില്ല. പട്ടിയെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് അത് ചെയ്യുന്നുണ്ട് കേട്ടോ. പട്ടിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ചില ബ്രീഡുകളെ കാണിക്കുന്നുണ്ട്. സോ അത് ചെയ്യാനായിട്ട് ഇവരെടുത്ത് എഫോർട്ട്, അതും ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ പോയിട്ടൊക്കെയാണ്. ഈ സിനിമയുടെ മേക്കിംഗ് സമയത്ത് ഈ പട്ടീനെ ഇതുപോലെ നിർത്താനും പട്ടിയെ വെച്ച് അവരെ അഭിനയിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഇവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് അധികം അതിന്റെ എഫോർട്ട് അതിന്റെ പുറകിലുണ്ടെന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും. വളരെ നല്ലൊരു സിനിമ. നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ ഇത് പോയി കാണണം. ഇങ്ങനത്തുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിനെ അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ തിയേറ്റർ വാച്ച് ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു പക്ഷേ നമ്മൾ OTT ചെറിയൊരു സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. മൗത്ത് പബ്ലിസിറ്റി ഇപ്പോൾ ഒരുപാട് വന്നിട്ടും ഈ പടത്തിന് ഒരുപാട് ഓഡിയൻസ് ഒന്നും കണ്ടില്ല. പക്ഷേ ഒരുപാട് ഫാമിലി ഓഡിയൻസ് കയറുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. എങ്കിലും തിയേറ്ററിൽ ആ ഒരു റഷ്, ഇപ്പൊ സിനിമ ഇറങ്ങി ഇത്രയും ദിവസമായി. പിന്നെ ഇതിലെ ആ പയ്യൻ, അവൻ സന്ദീപ്, ആ പയ്യൻ അവൻ ആക്ച്വലി അവൻ ഇനി വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് വെർസറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട യങ്സ്റ്റേഴ്സിൽ സ്ഥിരം ഒരു കോട്ടിനകത്തിടാൻ പറ്റുന്ന ഒരു പയ്യനല്ല. അവൻ ഒരുപാട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഉണ്ട്. അത് ചെയ്ത് ഫലിപ്പിക്കാനുള്ള കഴിവും ഉണ്ട്. ഇനി നല്ല നല്ല സിനിമകൾ കിട്ടും. സോ എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. മികച്ചൊരു സിനിമ.